ഒരു കുട്ടി ഒരു കോളേജിൽ നിന്നൊരു പ്രേമത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട് അവൾക്ക് പിന്നെ വേറെ എവിടെ അഡ്മിഷൻ കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവൾക്ക് എന്താണ്, പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ പ്രേമം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവൾ. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾക്കൊന്ന് അല്പസമയം എടുത്തിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് അവൾ എന്ത് ചെയ്തു, കൺവിൻസ്ഡായി അവൾ അവിടെ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നമ്മൾ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അള്ളാഹു ദീനിനെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ദീനിൽ എവിടെയെങ്കിലും ചെറിയൊരു ഡൈവേർഷൻ, ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ ദുരന്തങ്ങളായിരിക്കും നമുക്ക്. അപ്പോൾ നീ കോളേജിൽ പോയി പഠിക്കുന്നു, ആ സമയത്ത് എന്ത് നിനക്ക് തെറ്റ് പറ്റി, അതിൻ്റെ ദുരന്തമാണ് ഞാൻ അനുഭവിക്കുന്നത്. കോളേജിൽ നിന്ന് പുറത്തായി, വാപ്പയമ്മയും നമുക്ക് ശത്രുക്കളായി, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തായി, നമ്മൾ അപമാനിതയായി, എല്ലാവരും മുന്നിൽ നമ്മൾ പ്രശ്നമായി, ഇനിയിപ്പോൾ അയാളെ വിവാഹം കഴിച്ച് പോകുകയാണെങ്കിൽ അതിലുള്ള ദുരിതങ്ങൾ കുറേ. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് സ്വാഭാവികമായും താൻ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെ ആഴം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടൊരു തെറ്റാണ്. ഇനി ഭയങ്കര മെസ്സേജ് പോയാൽ തെറ്റാണല്ലോ, അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു തെറ്റെനിക്ക് മനസ്സിലായി, ഞാനിവിടെ അവസാനിപ്പിക്കും, ഞാനിത് മടങ്ങുന്നു, ഞാൻ എൻ്റെ പഠനം കാര്യമായിട്ട് നേരെ മുന്നോട്ട് പോകണം. ആ കുട്ടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു. ഈ ബോധ്യപ്പെടുത്തൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം.